പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. മാലയും മൗലിദ് റാത്തീബ് കുത്തിമുറിക്കലും ചാടലും ആറാട്ട് തിരുനബി കാട്ടിയ ദീനല്ല, ഇത് ത്വാഹ റസൂൽ പഠിപ്പിച്ചില്ല. നബിദിന ജാഥയും കൊടിവടിയും റോഡ് നീളത്തിൽ അടിവെച്ച് നടന്നിടലും നബിയുടെ ദീനിൽ കാണില്ല, ഇത് നബിയിൽ ഹുബ്ബാവുകയില്ല. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. കൈക്കല്ല് കെട്ടലും ഹോമം ജപം പിന്നെ അസ്മാ നടത്തലും മാരണവും മുറിമുല്ല കെട്ടിയ ദീനാണ്, ഇവ മുഴുവൻ ബിദ്അത്ത പിഴവാണ്. ഔലിയ തങ്ങളെ ആണ്ടാണ് പെണ്ണും ആണുങ്ങളൊത്തൊരുമിക്കുന്നു, അന്നവൾ നാട്ടിലിറങ്ങുന്നു, ഇത് ഇസ്ലാമല്ല പഠിക്കുന്നു. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. നാളിനെ നഹ്സായി തള്ളുന്ന് ജനം നാളിന് ദോഷം കാണുന്ന്, നാളൊരു കുറ്റവും ചെയ്തില്ല, നാള് നോക്കല്ല അത് ശരിയല്ല. നഷ്ടപ്പെട്ടത് കിട്ടാന് ജനം കഷ്ടപ്പെട്ടത് പോകുന്നു, തങ്ങളെ ബീവിയെ കാണുന്നു, ഇത് തെറ്റാണ് ഒഴിവാക്കുന്നു. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. ഓരോ പേരിൽ ത്വരീഖത്ത് ഖൽബിൽ ഉദിക്കുന്ന ചിന്ത ശരീഅത്ത്, മുസൽമാന്മാർക്കിത് പാടില്ല, ശൈഖിൻ മനസ്സിൽ വരുന്നത് ദീനല്ല. കലിമത്ത് തൗഹീദ് ഉറപ്പിക്ക്, റബ്ബിൻ കനിവ് ലഭിക്കും പ്രതീക്ഷിക്ക്, ശിർക്ക് ബിദ്അത്ത് ഒഴിവാക്ക്, സത്യസൽഗുണ ജീവിതം പതിവാക്ക്. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവെടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ.